ഹായ് ഓൾ, വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. ഇത്തവണത്തെ ISL ക്ലബ്ബുകളാണ് നടത്തുക എന്നുള്ളത് നേരത്തെ സ്ഥിരീകരിക്കപ്പെട്ട കാര്യമാണ്. ജൂൺ 15-ാം തീയതി ഇക്കാര്യത്തിൽ ഒഫീഷ്യൽ പ്രഖ്യാപനം ഉണ്ടാകും എന്നായിരുന്നു ഫെഡറേഷന്റെ ഭാരവാഹികൾ അറിയിച്ചിരുന്നത്. പക്ഷേ ഇക്കാര്യത്തിൽ ഒഫീഷ്യൽ പ്രഖ്യാപനം വന്നിട്ടില്ല. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് അപ്ഡേറ്റുകൾ ആശിഷ് നേഗി നൽകിയിട്ടുണ്ട്. അതായത് ക്ലബ്ബുകൾ ഇപ്പോൾ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന് ഇതുമായി ബന്ധപ്പെട്ട ഒഫീഷ്യൽ ആയിക്കൊണ്ടുള്ള ഒരു ഓഫർ, ഫോർമൽ ആയിട്ടുള്ള ഒരു ഓഫർ നൽകി കഴിഞ്ഞു എന്നാണ് ഇദ്ദേഹം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. മാത്രമല്ല ഒരു മാനേജിംഗ് കമ്മിറ്റി ക്ലബ്ബുകൾ ഇപ്പോൾ രൂപീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതായത് സ്പോർട്ടിംഗ് ക്ലബ്ബ് ഡൽഹി, ഗോവ, ബംഗളൂരു FC, നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ്, അതുപോലെ തന്നെ മോഹൻ ബഗാൻ എന്നിവരുടെ പ്രതിനിധികൾ ഉൾപ്പെടുന്ന പുതിയ ഒരു മാനേജിംഗ് കമ്മിറ്റിയാണ് ISL ക്ലബ്ബുകൾ ഇപ്പോൾ രൂപീകരിച്ചിട്ടുള്ളത്. ഏതായാലും ആശിഷ് നേഗി നൽകിയ റിപ്പോർട്ട് ഇങ്ങനെയാണ്. കായിക മന്ത്രിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ ധാരണയിൽ എത്തിയ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് ISL ക്ലബ്ബുകൾ തങ്ങളുടെ ഫോർമൽ ആയിട്ടുള്ള ഓഫർ ഇപ്പോൾ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന് സമർപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതിൽ ഒപ്പിടുന്നതിന് മുൻപ് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ ഈ നിർദ്ദേശം തങ്ങളുടെ ജനറൽ ബോഡിക്ക് മുന്നിൽ സമർപ്പിക്കും. അതായത് ഒപ്പുവെക്കുന്നതിന് മുന്നേ ഈ ഓഫർ ജനറൽ ബോഡിക്ക് മുന്നിൽ സമർപ്പിക്കും. സ്പോർട്ടിംഗ് ക്ലബ്ബ് ഡൽഹി, ഗോവ, ബംഗളൂരു FC, നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ്, മോഹൻ ബഗാൻ എന്നിവരുടെ പ്രതിനിധികൾ ഉൾപ്പെടുന്ന ഒരു പുതിയ മാനേജിംഗ് കമ്മിറ്റി ISL ക്ലബ്ബുകൾ ഇപ്പോൾ രൂപീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതാണ് ആശിഷ് നേഗി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. കാര്യങ്ങൾ നല്ല രൂപത്തിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഏതായാലും ISL ക്ലബ്ബുകൾ അവതരിപ്പിച്ച ഓഫറിൽ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ ഒപ്പുവെക്കേണ്ടതുണ്ട്. അതിനുശേഷം മാത്രമാണ് ഇക്കാര്യത്തിൽ ഒഫീഷ്യൽ പ്രഖ്യാപനം വരിക. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.